പ്ലാസ്റ്റിക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ പ്രകൃതിക്ക് ദോഷമാകാത്ത വിധം അത് നശിപ്പിക്കാൻ വളരെ കഷ്ടപ്പാടാണല്ലേ. പിന്നീട് അത് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാനുള്ള മാർഗം നമ്മൾ കണ്ടെത്തി. വലിയ പാരിസ്ഥിതിക വെല്ലുവിളി ഉയർത്തുന്ന ഈ മാലിന്യ പ്രശ്നത്തിന് പരിഹാരമുണ്ടോ? ഉറപ്പായുമുണ്ട്. വെള്ളത്തിൽ ലയിക്കുന്നതും അഴുകി ഇല്ലാതാകുന്നതുമായ മെമ്മറി ഡിവൈസ് വികസിപ്പിച്ചിരിക്കുകയാണ് ദക്ഷിണ കൊറിയൻ ഗവേഷകർ. കൊറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ശാസ്ത്രജ്ഞർ നടത്തിയ ഗവേഷണമാണ് ഫലം കണ്ടിരിക്കുന്നത്. ഡാറ്റാ സംഭരണശേഷിയും ബയോഡിഗ്രേഡബിലിറ്റിയും സംയോജിപ്പിച്ചാണ് പുതിയ മെമ്മറി ഡിവൈസ് വികസിപ്പിച്ചത്. ഉയർന്ന പ്രവർത്തനക്ഷമതയുള്ള ഒരു മെമ്മറി ഡിവൈസിൽ സ്വയം നശീകരണം എന്ന സ്വഭാവം സമന്വയിപ്പിക്കുന്നതിന്റെ ആദ്യത്തെ ഉദാഹരണമാണിതെന്നാണ് ഗവേഷകർ അവകാശപ്പെടുന്നത്. സാങ്കേതിക വിദ്യാരംഗത്തെ വളരെ പ്രധാനപ്പെട്ട നേട്ടമാണിതെന്നാണ് പദ്ധതിക്ക് നേതൃത്വം നൽകിയ ശാസ്ത്രജ്ഞരിൽ ഒരാളായ ഡോക്ടർ സാങ്ഹോ ചോ പറയുന്നത്. ഭാവിയിൽ കേടുപാടുകൾ സ്വയം തീർത്ത് പ്രവർത്തനക്ഷമമാകാനുള്ള ശേഷിയും പ്രകാശത്തോട് പ്രതികരിക്കാനുള്ള ശേഷിയും ഉൾപ്പെടുത്തി ഇതിനെ ഒരു ഇന്റലിജന്റ് ഇലക്ട്രോണിക് ഉപകരണമായി വികസിപ്പിക്കാനാണ് ഗവേഷകർ ലക്ഷ്യമിടുന്നത്. അടുത്ത തലമുറ ബയോ ഇലക്ട്രോണിക്സ്, പരിസ്ഥിതി സൗഹൃദ ഉപകരണങ്ങൾ എന്നിവയുടെ വാണിജ്യവൽക്കരണം ത്വരിതപ്പെടുത്താനും പദ്ധതിയുണ്ടെന്നാണ് ഡോക്ടർ സാങ്ഹോ അറിയിച്ചിരിക്കുന്നത്. പരീക്ഷണ ഘട്ടത്തിൽ ഉപകരണം സംഭരിച്ച ഡാറ്റ 10,000 സെക്കൻഡിലധികം നിലനിർത്തി 10 ലക്ഷത്തിലധികം തവണ ഓൺ ഓഫ് ചെയ്തു. 250-ലധികം റൈറ്റ് ഇറേസ് സൈക്കിളുകൾക്ക് ശേഷവും ഉപകരണത്തിന് കേടുപാടൊന്നും സംഭവിച്ചില്ല. ഓർഗാനിക് ഇലക്ട്രോണിക് ഉപകരണത്തിന്റെ ഈടുനിൽപ്പും പ്രവർത്തനക്ഷമതയും വ്യക്തമാക്കുന്നതാണ് ഇതെല്ലാമെന്ന് ഗവേഷകർ അവകാശപ്പെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള മെമ്മറി ചിപ്പ് മനുഷ്യ ശരീരത്തിൽ സുരക്ഷിതമായി ഘടിപ്പിക്കാൻ കഴിയുമെന്നതാണ് മറ്റൊരു സവിശേഷത. ആവശ്യമെങ്കിൽ മാത്രം വിഘടിക്കാൻ കഴിയുന്ന തരത്തിൽ രൂപകൽപ്പന ചെയ്യാനും സാധിക്കും. എപ്പോൾ വിഘടനം ആരംഭിക്കണമെന്ന് നേരത്തെ തന്നെ നിശ്ചയിക്കാൻ കഴിയുന്ന തരത്തിൽ അതിന്റെ ഭാരവും ഘടനയും തീരുമാനിക്കാനും സാധിക്കും. പുറത്തെ പാളി ലയിച്ചു കഴിഞ്ഞാൽ ഏകദേശം 3 ദിവസത്തിനുള്ളിൽ ഇത് വെള്ളത്തിൽ ലയിച്ച് അപ്രത്യക്ഷമാകും. അവശിഷ്ടങ്ങളൊന്നും അവശേഷിപ്പിക്കുന്നുമില്ല എന്നാണ് ഗവേഷകർ പറയുന്നത്. കടൽ വെള്ളത്തിൽ ലയിക്കുന്ന പ്ലാസ്റ്റിക് ജാപ്പനീസ് ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചതിന് പിന്നാലെയാണ് പരിസ്ഥിതി സൗഹൃദ സാങ്കേതിക വിദ്യകൾ രംഗത്ത് കൊറിയൻ ശാസ്ത്രജ്ഞരുടെ ഈ സുപ്രധാന മുന്നേറ്റം.